ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു സന്ദർശിച്ചവരും യേശുവിനെ സന്ദർശിച്ചവരുമായവരെ കുറിച്ചുള്ള പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു പരീശനായ ശീമോൻ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ ചെന്ന കാര്യമാണ്. യേശുവിനോട് കൂടെ എപ്പോഴും 12 ശിഷ്യന്മാരുണ്ട്. കൂടാതെ ചിലപ്പോൾ ആ 70 ശിഷ്യന്മാരുണ്ടാകും. പിന്നെ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകൾ അവരൊക്കെ ഉണ്ടാകും. വളരെയധികം ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ടാകും. തീർച്ചയായിട്ടും നല്ലൊരു ചെലവ് ഉണ്ടാകും. അതിന് മനസ്സ് ഈ ശിമോനുണ്ടായിരുന്നു. അദ്ദേഹം പരീശനായതുകൊണ്ടൊരു ഭക്തനാണ്. അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹമുണ്ട്, നിത്യജീവൻ പ്രാപിക്കണം. യഹൂദന്മാർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ 10 കൽപ്പന ആചരിക്കണം. 10 കൽപ്പനയുടെ ചുരുക്കം 2ആണ്. അത് 10 കൽപ്പനയിൽ ഇല്ലാത്ത 2 കാര്യങ്ങളാണ്. ചില ആൾ വിചാരിക്കുന്നത് 10 കൽപ്പനയിൽ ഉള്ള 2 കാര്യങ്ങളാണ് അതിൻ്റെ രത്ന ചുരുക്കമെന്നാണ്. അല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ളതുമാണ് ഈ 10 കൽപ്പനയുടെ ചുരുക്കം. അത് ഈ 10 കൽപ്പനയിലില്ല. അത് വേറെ വാക്യങ്ങളിലാണ്. ലേവിയ പുസ്തകം 19-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെയാണ് അതുള്ളത്. എന്തായാലും ഈ പരീശന്റെ ധാരണ, ദൈവമായ യഹോവയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുന്ന ആളാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം യഹൂദന്മാർ മാത്രമേ സ്നേഹിക്കാറുള്ളൂ. പരീശന്മാർ മാത്രമേ സ്നേഹിക്കാറുള്ളൂ. എന്നാൽ ഇനി യേശു ഒരു നല്ല പ്രവാചകൻ ആണെങ്കിലോ, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ആ കൂട്ടത്തിൽ കൂട്ടുകാരനെ കൂടെ സ്നേഹിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഈ പ്രവാചകനെ ഞാൻ ശുശ്രൂഷിച്ചില്ല എന്നുള്ള ഒരു പാപം എനിക്ക് വരരുത്. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചത്. യേശു ദൈവമായതുകൊണ്ട് വിചാരിച്ചല്ല. യേശു ഒരു അഗതിയായ ഒരു ദേശാന്തരിയായ ഒരു പ്രവാചകൻ. അപ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോൾ സ്നേഹിക്കാമെന്നുള്ള വകുപ്പിൽപ്പെടുത്തിയാണ് അദ്ദേഹം യേശുവിനെ ക്ഷണിച്ചത്. എന്തായാലും വളരെ പണം ചെലവഴിച്ച് ആണ് ഈ സദ്യ നടത്തിയത്. സാധാരണ യഹൂദന്റെ വീട്ടിൽ ഒരാൾ വിരുന്ന് വന്നാൽ കാല് വെള്ളം കൊണ്ട് കഴുകേണ്ടത് ഈ ആതിഥേയനാണ്. പിന്നെ കെട്ടിപ്പിടിക്കണം, ആരെങ്കിലും ചെയ്ത് വേണം സ്വീകരിക്കാൻ. പിന്നീട് തൈലം പൂശി വേണം സ്വീകരിക്കാൻ. ഈ കാല് തുടയ്ക്കുകയും വേണം, വെള്ളമൊഴിച്ച് കഴുകിയിട്ട് തോർത്തെടുത്ത് തുടയ്ക്കുകയും വേണം. ഇദ്ദേഹം അതൊന്നും ചെയ്തില്ല. കാരണം ഒരാളെ മാത്രം ചെയ്താൽ പോരല്ലോ, ഇത്രയും പേർക്ക് വേണ്ടേ. അതുകൊണ്ട് അതൊക്കെ പുള്ളി ഒഴിവാക്കി എല്ലാവരും ഇന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പിന്നെ അതിന് പരാതിയൊന്നും പറഞ്ഞില്ല. യേശുവും കഴിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ വന്നു. യേശുവിൻ്റെ പുറകിൽ അവൾ വന്നു. യഹൂദന്മാർ സാധാരണ വട്ടത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇടത് കൈ കുത്തി വലത് കൈ കൊണ്ട് കഴിക്കും. 2 കാലും പുറകിലേക്ക് മടിച്ചിടും. പന്തി എന്ന് പറയുന്നതും മടിയെന്ന് പറയുന്നതുമൊക്കെ ആ ഗ്രൂപ്പിന് ആ ഒരു
എന്താ ആ സദ്യയുടെ ആളുകളുടെ അതിന് പറയുന്ന ഒരു പേരാണ് സദ്യവട്ടത്തിന്. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ പന്തിയിൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മടിയിൽ എന്ന് പറയുന്നത് അവരൊരുക്കി കൊടുത്ത ആ സ്ഥലം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ലൈനായിട്ടുള്ള ഒരു പന്തി അങ്ങനെയല്ല. മടിയെന്ന് പറയുന്നത് നമ്മുടെ മടി അതല്ല. മടിയെന്നും പന്തിയെന്നും ഒക്കെ പറയുന്നത് ആ ഒരു ആ ജനക്കൂട്ടത്തിന് അല്ലെങ്കിൽ ആ സദ്യക്ക് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ്. അപ്പോ ഈ സ്ത്രീ പുറകിൽ വന്ന് കണ്ണുനീര് കൊണ്ട് പാദം നനച്ചു യേശുവിന്റെ. തലമുടി കൊണ്ട് പാദം തോർത്തി, തൈലം പൊട്ടിച്ച് ഒഴിച്ചു, അവൾ ആ പാദത്തെങ്കിൽ ചുംബിച്ചു. ഇതെല്ലാം ഈ ശീമോൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശീമോൻ യേശു ഒരു പ്രവാചകനാണെന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയായാലും മാറിക്കിട്ടി. അബദ്ധമായിപ്പോയി എന്നിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ പണം മുടക്കൊക്കെ അബദ്ധമായിപ്പോയി. ഇതൊരു ശരിയായ പ്രവാചകനല്ല, കള്ളപ്രവാചകനാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തൊട്ട സ്ത്രീ ആരെന്നൊക്കെ അറിയുമായിരുന്നു, തുടരുതെന്ന് പറയുമായിരുന്നു. ഈ ശീമോൻ ഉള്ളിൽ ചിന്തിക്കുന്ന യേശു മനസ്സിലാക്കിയിട്ട് ശീമോനോട് ചോദിച്ചു, ശീമോനെ, നിന്നോട് കടം ചോദിക്കാനുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തന് 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലാകിയാൽ അവൻ 20 വിളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അധികം വിളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിവമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുമ്മനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോഹിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ശിമോനോട് ചോദിക്കുകയാണ്, 500 വെള്ളിക്കാശും 50 വെള്ളിക്കാശും കടപ്പെട്ട 2 പേർ. ഒരാൾ 500 വെള്ളിക്കാശും മറ്റേയാൾ 50 വെള്ളിക്കാശും. 2 പേർക്കും വീട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇളച്ചു കൊടുത്തു. ആരധികം സ്നേഹിക്കും? അത് ഇളച്ചു കിട്ടിയവൻ. യേശു പറഞ്ഞു, ഈ സ്ത്രീ അധികം ഇളച്ചു കിട്ടിയവളാണ്. അതുകൊണ്ടാണ് ഇവൾ എന്നെ അധികം സ്നേഹിച്ചത്. നിനക്ക് ഇളച്ചു കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ആ വീട്ടിൽ വന്ന് എന്തിനാണ്? പാപമോചനം കിട്ടാനില്ല. പാപമോചനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി, നിത്യജീവൻ കിട്ടാൻ വേണ്ടി ശിമോൻ. എന്നാൽ ഈ സ്ത്രീ വന്നത് പാപമോചനം കിട്ടിയത് കൊണ്ടാണ്. യേശുവിനെ സ്നേഹിക്കാൻ വന്നതാണ്. അവള് പാപിനിയായിരുന്നു, പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ടു. പാപമോചനം കൊടുക്കുന്ന യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. സർവജ്ഞാനിയായ യേശു അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ സർവ്വവ്യാപിയായ യേശു അത് മനസ്സിലാക്കി അവൾക്ക് പാപമോചനം നൽകി. ശിമോന്റെ വീട്ടിൽ യേശു വരുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു. അവള് ഒരു വെങ്കൽ ഭരണി പരിമള തൈലവുമായിട്ടാണ് വന്നത്. കണ്ണുനീര് കൊണ്ട് പാദം നനച്ച് തലമുടി കൊണ്ട് തുവർത്തി പാദത്തിൽ ഇടവിടാതെ ചുംബിച്ച ശേഷം ആ തൈലം പൊട്ടിച്ച് ആ പാദത്തിൽ ഒഴിച്ചു. ആ പരിമളത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പോഴാണ് ശിമോൻ ഉള്ളിൽ സംശയം ഉള്ളവനായി തീർന്നത്. യേശു ശിമോനെ ശാസിച്ചു, ആ സ്ത്രീ അഭിനന്ദിച്ചു. അവളുടെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്ന കാര്യം യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ദൈവമായി മനസ്സിലാക്കി, പാപമോചനം നൽകുന്ന ദൈവമായി മനസ്സിലാക്കി സ്നേഹിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നാം ക്ഷമിക്കണേ ക്ഷമിക്കണേ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നവരല്ല,
മറിച്ച് ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുന്നവരാണ്, അവനെ സ്തുതിക്കുന്നവരാണ്, അവനെ ബഹുമാനിക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ ഉയർത്തിയ കർത്താവിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ ബഹുമാനിക്കേണ്ടോലെ ബഹുമാനിക്കാൻ ശീമോനെ പോലെ ഒരു ചടങ്ങായിട്ടല്ല, അവനെ ബഹുമാനിക്കേണ്ടോലെ ബഹുമാനിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.